ഓടി റോഡിലെത്തി. കാർ വന്നു നിന്നു. തുറന്ന് കയറാൻ പരിശ്രമിച്ചു. നോക്കിയപ്പോൾ അന്ധാളിച്ചു പോയി. പരിഭ്രമിച്ചു പോയി. എന്തായിരുന്നു ആ സംഭവം? അതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ഡ്രൈവിംഗ് പഠനം. അപ്പോൾ എനിക്ക് കാറെടുത്തു. എൻ്റെ സീനിയർ സ്റ്റുഡൻസ് 2 പേര് കാറെടുക്കാൻ സഹായിച്ചു. കാറെടുത്ത് തന്നു. സെക്കൻഡ് ഹാൻഡ് കാറ്, ഓൾട്ടോ. അപ്പോൾ അന്നെനിക്ക് 43 വയസ്സാണ് കേട്ടോ. അപ്പോൾ കാറെടുത്തു. എൻ്റെ ധാരണ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത്, ഒരു ഡ്രൈവറെ വെച്ച് അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഓടിച്ചു പോകാം എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷെ കാറെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളും അവർ ഏർപ്പാടാക്കി. രാത്രി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വിളിച്ചു. അപ്പോൾ സംസാരിച്ച് സൗകര്യപ്രദമായ സമയം വെളുപ്പിന് 5 മണി. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ 5 മണിക്ക് മുതൽ ഡ്രൈവിംഗ് തുടങ്ങി. എനിക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. കാറിൽ കയറിയിട്ടുണ്ട്, ബസ്സിൽ കയറിയിട്ടുണ്ട്, ഡ്രൈവേഴ്സിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ട് എനിക്ക് വേറൊന്നും അറിയത്തില്ല. ടെക്നിക്സും ടെക്നോളജി യാതൊരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. എനിക്കാകെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു സംശയം മാത്രമായിരുന്നു. അങ്ങനെ വെളുപ്പിന് 5 മണിക്ക് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി വരും. അപ്പോൾ ഈ 5 മണി സെലക്ട് ചെയ്യാൻ കാര്യം, ഞാൻ വർക്കിംഗ് ലേഡിയാണ്. പിന്നെ എനിക്ക് രാവിലെ പോകാൻ പറ്റില്ല. വീട്ടിൽ കുടുംബകാര്യങ്ങളും പാചകവും, വീട്ടമ്മ കൂടിയാണ്. ഈ പിന്നെ ജോലിയുടെ വർക്കിംഗ് ടൈമിൽ നമുക്ക് പോകാൻ നിയമം അനുവദനീയമല്ല. അത് കഴിഞ്ഞാൽ വൈകിട്ടും കുടുംബിനിയായ എനിക്ക് വീട്ടുകാര്യങ്ങളും കൂടി നോക്കിയിട്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ സഫർ ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ വെളുപ്പിന് 5 മണി എടുത്തു. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയമല്ലേ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും വീട്ടിലെത്താം. അപ്പോൾ നോയമ്പ് കാലവുമായിരുന്നു. അപ്പോൾ ഞാൻ 4 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് നോയമ്പുകാർക്ക് വേണ്ടതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഓടി റോഡിലെത്തും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ, വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ എന്നെ വിളിക്കും. ഞാൻ ഓടി റോഡിൽ വന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി നിൽക്കുമ്പോഴേക്കും വണ്ടി എത്തും. ടീച്ചർ ഡോർ തുറക്കും, ഞാൻ കൂടെ കയറും, അങ്ങ് പോകും, വണ്ടി പഠിക്കും. 7 മണിയോടുകൂടി തിരിച്ച് വീടെത്തും. പിന്നെ പാചകം, അത് കഴിഞ്ഞ് റെഡിയായി കോളേജിലും പോകും. ഇതായിരുന്നു റുട്ടീൻ. അങ്ങനെ ഒരു ദിവസം രാവിലെ ടീച്ചർ വിളിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്ന് റോഡ് ക്രോസ് ചെയ്ത് എതിർവശത്ത് വന്ന് നിന്നു. എൻ്റെ അടുത്ത് വണ്ടി വന്ന് നിന്നു. ഞാൻ വണ്ടി തുറക്കാൻ പരിശ്രമിച്ചു. ഡോർ പിടിച്ച് തുറക്കുക. സാധാരണ ഡോർ ഇങ്ങോട്ട് തുറന്നു വരും. അന്ന് ഞാൻ തുറന്നു വന്നില്ല. അങ്ങനെ ഞാൻ ഡോർ തുറക്കാൻ പരിശ്രമിച്ച് നോക്കുമ്പോൾ ഉണ്ട് ഒരു അവ്യക്തത. സാധാരണ പോലെയല്ല. അപ്പോൾ എന്തോ നോക്കുമ്പോൾ ആണുങ്ങളാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചറിൻ്റെ മോനും കൂടെ വന്നതായിരിക്കും. പലപ്പോഴും മോൻ കൂടെ വരാറുണ്ട്. ഒരു സെക്കൻഡ് കൂടെ ശ്രദ്ധിച്ചപ്പോൾ ഗ്ലാസ് താത്തു. ഗ്ലാസ് താത്തിട്ട്, എന്താ ചേച്ചി? ആകെ അന്തം വിട്ട് പരിഭ്രമിച്ച് വെപ്രാളത്തിലായി. കുറേ ആണുങ്ങളാണ് വണ്ടിക്കകത്ത്. വെളുപ്പിന് 5 മണി, നല്ലപോലെ നേരം വെളുത്തിട്ടില്ല. പിന്നെ ആകെ ഒരു സമാശ്വാസമുള്ളത്, എതിർവശത്ത് ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു, ഒരു ചായക്കട. അത് നിറച്ച് ആളുണ്ടായിരുന്നു. പിന്നെ റോഡിലൊക്കെ വെളിച്ചവുമുണ്ട്. ഏതായാലും നല്ല മാന്യന്മാരായ വ്യക്തികളായതുകൊണ്ട് അന്ന് ഞാൻ അപകടപ്പെട്ടില്ല. വേറെ ആരെങ്കിലും ദുഷ്ടലാക്കോട് കൂടിയോ അല്ലെങ്കിൽ ചിത്രശക്തികളോ ആയിരുന്നെങ്കിൽ കാറ് കയറ്റി കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അതായിരുന്നു ആ അനുഭവം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും സന്ദർഭത്തിൽ? അത് നിങ്ങൾ എങ്ങനെ തരണം ചെയ്തെന്ന് പറയണേ. അങ്ങനെ ആ ഡ്രൈവിംഗ് പഠനം ഒരു മാസമൊക്കെ കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. അത് ഇന്നത്തെ പോലെ അത്ര നിയമം കർശനമല്ല. അപ്പോൾ തന്നെ വണ്ടി എടുക്കാനും പരിശ്രമിച്ചു. കൂടെ ടീച്ചറും അല്ലെങ്കിൽ എൻ്റെ ആ സീനിയർ സ്റ്റുഡൻസും ഒക്കെ കൂടെ ആയിട്ട് ഞങ്ങൾ വണ്ടി പഠിച്ചു. വണ്ടി റോഡിൽ ഓടിച്ചു തുടങ്ങി. പിന്നെ കൈ തെളിഞ്ഞു. പിന്നെ വണ്ടി താഴത്ത് വെച്ചിട്ടില്ല. ഞാൻ അതിൽ തന്നെയായിരുന്നു. കൃത്യമായിട്ടും റെഗുലറായിട്ടും വണ്ടി ഓടിച്ച് പിന്നെ അങ്ങ് നല്ല എക്സ്പീരിയൻസായി. പിന്നെ ടെൻഷനില്ല. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ വണ്ടി കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ, കോളേജിൽ കയറുമ്പോൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റ്, കോളേജിലേക്ക് വളവും കയറ്റവുമാണ് ഫ്രണ്ടിലെ ഗേറ്റ് ഹാഫേ തുറക്കത്തുമുള്ളൂ. സെക്യൂരിറ്റി അവിടെ ഉണ്ടാകും. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് മെയിൻ ഗേറ്റിലേക്ക് വളഞ്ഞ് കയറുന്ന ഒരു വലിയൊരു പേടിയായിരുന്നു. ആദ്യമൊക്കെ പ്രയാസമായിരുന്നു. പലപ്പോഴും വണ്ടി അവിടെ കൊണ്ട് നിർത്തി വണ്ടി പുറകോട്ടുരുളും, ഹാഫ് ക്ലച്ച് കിട്ടൂല. അപ്പോഴൊക്കെ വിചാരിക്കുമായിരുന്നു, ഞാൻ എന്തിനീ പണിക്ക് പോയി, മര്യാദയ്ക്ക്
സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എനിക്ക് എന്തൊരു ടെൻഷനായി എന്നെന്നും വിചാരിക്കുമായിരുന്നു. പക്ഷേ പതിയെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഈസിയായി. അവിടെ സ്മൂത്തായിട്ട് വണ്ടി കയറി പോകാൻ പഠിച്ചു. പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതായത് നമ്മളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു വിപത്തി ധൈര്യം ഉണ്ടെങ്കിൽ, നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. ആ ഡ്രൈവിംഗ് അന്ന് അങ്ങനെ പഠിച്ചെടുത്തത് കൊണ്ട് പിൽക്കാലത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗമായി. ഒന്ന്, സ്വന്തമായിട്ട് എല്ലാ സ്ഥലത്തും പോകാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും എല്ലാം എനിക്ക് കഴിഞ്ഞു. ഏത് രാത്രിയും ഏത് പകലും ഏത് ദൂരവും നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. എന്നെ സംബന്ധിച്ച് അതൊരു രണ്ടാമത്തെ വീടാണ്. ബാത്റൂം ഇല്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ മെറ്റീരിയൽസ്, ഡ്രസ്സുകൾ, യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ, പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനെ സകലമാന സാധനങ്ങളും ഈ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചാണ് എൻ്റെ യാത്ര. അതുകൊണ്ട് വണ്ടി പഠിച്ചതൊരു വലിയൊരു അനുഗ്രഹമായി. തിക്തമായ അനുഭവങ്ങൾ പലതും ഉണ്ടെങ്കിലും, റോഡിലെ അനുഭവങ്ങളുണ്ടെങ്കിലും, പലപ്പോഴും ഓടിച്ചു പോകാൻ പറ്റാതെ, സൈഡ് ഉണ്ടോ എന്നറിയാതെ, സ്പേസ് ഉണ്ടോ എന്നറിയാതെ വിഷമിച്ചൊക്കെ നിന്ന സന്ദർഭങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ആരെങ്കിലും നമ്മുടെ സഹായത്തിനെത്തും. അതുപോലെ തന്നെ ആദ്യമൊന്നും എനിക്ക് റിവേഴ്സിൽ വണ്ടി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം വണ്ടി ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ പോകാൻ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ റോഡ് മുറിച്ച് കടക്കാൻ ഞാൻ കിലോമീറ്ററുകളോളം ദൂരം ഓടി ഐലൻഡ് കണ്ടുപിടിച്ച് അവിടെ പോയി റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു വരുമായിരുന്നു. യു ടേൺ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. യു ടേൺ എടുത്തപ്പോൾ അപകടങ്ങൾ സംഭവിച്ച സന്ദർഭങ്ങളും ഉണ്ട് കേട്ടോ. ഈ അടുത്ത സമയത്ത് യു ടേൺ എടുക്കുമ്പോൾ വണ്ടി പാഞ്ഞു വന്ന് കയറി ഒരു ആക്സിഡൻറ്റും സംഭവിച്ചിട്ടുണ്ട്. 1 സെക്കൻഡ് വ്യത്യാസത്തിൽ ഒരു വളവും ചെറിയൊരു കയറ്റവുമായിരുന്നു. വിശാലമായ റോഡ് മുറിച്ച് അപ്പുറം സെൻറ്ററിലെത്തിയതും അടുത്ത വണ്ടി വന്ന് മുട്ടിയതും എന്തോ ദൈവാധീനവും ഭാഗ്യവും ഉണ്ടായിരുന്നത് കൊണ്ടൊന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ വല്ലാത്ത അനുഭവങ്ങളും അപകട രംഗങ്ങളും ഒക്കെ കൺമുൻപിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരുവിധം രക്ഷപ്പെട്ടൊക്കെ അങ്ങ് പോയി. പല സ്ഥലങ്ങളിലേക്കും, ഹോസ്പിറ്റലിലേക്കാണെങ്കിലും എല്ലാം, മറ്റ് ആവശ്യങ്ങൾക്കാണെങ്കിലും, നമ്മുടെ ഓഫീസിൽ പോകാനാണെങ്കിലും, അതുപോലെ അതെൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് വളരെയേറെ ഗുണം ചെയ്തു എൻ്റെ ഡ്രൈവിംഗ് പഠനം. ആരെയും ആശ്രയിക്കാതെ ഏത് സെക്കൻഡിലും എപ്പോഴും എനിക്ക് എവിടെയും എത്താമായിരുന്നു. മാക്സിമം ഞാൻ ആ ഡ്രൈവിംഗ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കണം. ആരും ഡ്രൈവിംഗ് പഠിക്കാതെ മാറി നിൽക്കരുത്. പിന്നെ എനിക്ക് 2 വീലർ പറ്റിയില്ല കേട്ടോ. അന്ന് എനിക്ക് കലശലായ ബാക്ക് പെയിനും ബോഡി പെയിനും ഒക്കെ ഉള്ളതുകൊണ്ട്, മസിൽ പെയിനൊക്കെ ഉള്ളതുകൊണ്ട് 2 വീലർ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ പറ്റാവുന്നിടത്തോളം 2 വീലറോ 4 വീലറോ 3 വീലറോ ഒക്കെ പഠിച്ചെടുക്കുക. അത് നമുക്ക് പിന്നീട് വളരെയേറെ ഉപയോഗം ചെയ്യും. പഠിക്കാൻ സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ. തുടക്കത്തിൽ എങ്ങനെ എന്നെല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മളും ചിന്തിച്ചിരിക്കും. പേടിയാകും, പറ്റുമോ എന്ന് സംശയം വരും. അതൊക്കെ ഒരു വശം. പക്ഷെ നമ്മളങ്ങ് ട്രൈ ചെയ്താൽ, മനസ്സ് വെച്ചാൽ, ഒരു ധൈര്യം കാണിച്ചാൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് നമുക്ക് വഴങ്ങും. എല്ലാവരും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു എമർജൻസി വന്നാൽ, ഒരുപക്ഷെ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ബന്ധുക്കളോ ഒക്കെ വണ്ടി ഓടിച്ച് നമ്മളെ കൊണ്ടുപോകുമെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് പഠിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം വീട്ടിലിപ്പോൾ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യും, ഒരു ദിവസം അദ്ദേഹത്തിന് സുഖമില്ല അല്ലെങ്കിൽ സ്ഥലത്തില്ല, നമുക്കൊരു എമർജൻസി ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഡ്രൈവറെ ആശ്രയിച്ചല്ലേ പറ്റൂ. അതേസമയം നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഏത് രാത്രിയും ഏത് ആവശ്യങ്ങൾക്കും നമുക്ക് മുന്നിട്ടിറങ്ങാം. ഇപ്പോൾ ഹസ്ബൻഡിനൊന്നും സുഖമില്ലാതായി, പാതിരാത്രിയാണ്, പെട്ടെന്ന് നമുക്ക് വണ്ടിയിൽ കയറ്റി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും അതിലിട്ട് നമുക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് മാനേജ് ചെയ്യാം. അതുപോലെ ഒരു ലോങ് ട്രിപ്പാണോ, മക്കളും ഫാമിലിയും ഒത്തൊരു ലോങ് ട്രിപ്പാണോ, ഓക്കെ, അതിനും റെഡിയാണ്. കുഞ്ഞുങ്ങളെയും കൂട്ടി ആവശ്യമുള്ള സാധനങ്ങളും ഡ്രസ് മെറ്റീരിയൽസും ഒക്കെ എടുത്ത് ലോങ് ജേണിയാണോ ഷോർട്ട് ജേണിയാണോ ഒരു മാരേജിന് പോകാനാണോ എല്ലാം നമുക്ക് വളരെ കംഫർട്ടബിളാണ്. അതുകൊണ്ട് എല്ലാ ലേഡീസും, പ്രത്യേകിച്ച് ലേഡീസ് എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.